ഹലോ ഗായ്സ് അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്ന റോബ്ലോക്സിലെ ഹൈഡ് ആൻഡ് സീക്ക് എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. ഹൈഡ് ആൻഡ് സീക്ക് എക്സ്ട്രീം. അപ്പോൾ ഇത് പണ്ടത്തെ ഒരു ഗെയിമാണ്. റോബ്ലോക്സിൽ കുറേ പേര് പണ്ടത്തെ കളിച്ചിട്ടുള്ളതാണ്, ഞാനും കുറേ കളിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഹൈഡറാണ്. അപ്പോൾ ഞാൻ ഒളിച്ചിരിക്കണം. ഇന്ന് എൻ്റെ കൂടെ റോബ്ലോക്സ് കളിക്കാൻ എൻ്റെ അനിയത്തിയും വന്നിട്ടുണ്ട് ഗൈസ്. ഹലോ ഗൈസ്. അനിയത്തി എവിടെയാണെന്ന് അറിയത്തില്ല, എവിടെയോ ഉണ്ട് ഗൈസ്, ഒളിക്കാൻ നടപ്പുണ്ട്. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും ഒളിക്കട്ടെ. 24 സെക്കൻഡ് ഉള്ളു ഇനി ഒളിക്കാൻ. അത് കഴിയുമ്പോൾ നമ്മളെ പിടിക്കാൻ നമ്മുടെ ഹണ്ടർ വരും. അയ്യോ, ഞാൻ പെട്ടെന്നാണ് തോന്നുന്നത് ഗൈസ്, എനിക്ക് സ്ഥലം കിട്ടണില്ല. ഇതിൻ്റെ കൊണ്ടേ കയറാൻ പറ്റുമോ? കയറാൻ പറ്റും ഗൈസ്, കയറാൻ പറ്റും. ഇതല്ലല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പണ്ട് ഈ മാപ്പിൽ അവിടെ ഒളിച്ചിരിക്കുന്നതായിട്ട് ഓർക്കുന്നുണ്ട് ഗൈസ്. പക്ഷേ ഇപ്പോൾ ആൾ വരുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ വരും. 1 സെക്കൻഡ് കൂടെ ഉള്ളൂ, 2 സെക്കൻഡ്. ഇപ്പോൾ വരും. ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. താഴെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ കാണാം ഗൈസ് എന്തോരം ദൂരമാണ് നമ്മുടെ ഹണ്ടർ എൻ്റെ അടുത്തു നിന്ന്. ഗൈസിൻ്റെ മണ്ടേ കയറാം ഗൈസ്. ഇത് ഈ സാധനം ഇത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇവിടെയായിരുന്നു ഗൈസ് ഞാൻ പണ്ട് ഒളിച്ചിരിക്കുന്നു. എൻ്റെ അനിയത്തി അവിടെയാണോ? ഞാൻ ഇതിൻ്റെ അകത്ത് കണ്ട് ഒളിച്ചിരിക്കുകയായിരുന്നു ഗൈസ്. ഉണ്ടോ? കാണാൻ പാടാ. ഞാൻ ഇപ്പോൾ എൻ്റെ ആളിങ്ങനെ ഇരിക്കും. ഇവിടെ ചാടാൻ പറ്റും ഗൈസ്. എൻ്റെ ആളിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഫുള്ള് ബ്ലാക്കായിട്ട് വന്നിരുന്നെങ്കിൽ ഇതിൻ്റെ അകത്തിരുന്ന് ആരും കണ്ടുപിടിക്കാൻ പോകത്തില്ല ഗൈസ്. ഇത് മൊത്തം ബ്ലാക്ക് സാധനങ്ങൾ എല്ലാം വെച്ചിട്ട് വന്നിരുന്നെങ്കിൽ ഒന്നും ഇതിന് പിടിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് നല്ലൊരു സ്പോട്ടാണത്. ഞാൻ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. ഇച്ചിരി സ്പീഡിൽ ഓടാൻ പറ്റുമായിരുന്നെങ്കിലല്ലേ ഗൈസ്. എൻ്റെ അനിയത്തേക്ക് എന്താ പറയണമെന്ന്. ഹലോ ഗൈസ്. ഞാൻ ഇവിടെ ഏതോ ഒരു കുപ്പിയുടെ പുറയിലാണ് ഒളിച്ചിരിക്കുന്നത്. അത് എവിടെയാണ് അവൻ കണ്ടുപിടിച്ചാൽ ഞാൻ ചാവേ. ഇതുണ്ടോ? ഇതാ എത്ര ദൂരെയാണെന്നുള്ളത് കുറഞ്ഞു വരുവാണെങ്കിൽ അടുത്തോട്ട് വരുന്നുണ്ടെന്ന് നോക്കാം. പോയി എൻ്റെ അനിയത്തിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു അവിടെ അടുത്താണോ ദൂരെയാണോ എന്ന് എഴുതി കാണിക്കുന്നത്. പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ അത് അവിടെ യാച്ചറല്ലല്ലോ അല്ലേ? യാച്ചറല്ലെന്ന് തോന്നുന്നു. യാച്ചറല്ല, നമ്മുടെ ഫ്രണ്ടാണ് ഗൈസ്. ഗൈസ് എൻ്റെ അനിയത്തി പറഞ്ഞു ഇവിടെ എവിടെ ഉണ്ടെന്ന്. ഇതിൻ്റെ അകത്ത് എവിടെയാണ് ഗൈസ്? ഇവിടെ അതേ നിൽക്കുന്നതെന്ന് തോന്നുന്നു ഗൈസ് എൻ്റെ അനിയത്തി. അതേ ഗൈസ്, ഇതേ നിൽക്കുന്നു എൻ്റെ അനിയത്തി. ഗൈസ് അനിയത്തി എന്നെ പോലെ ഉടുപ്പൊന്നും ഇട്ടിട്ടില്ല, സാധാ ഉടുപ്പാണ് ഇട്ടേക്കുന്നത്. ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ റോബ്ലോക്സ് കളിക്കുക. ഇപ്പോഴാണ് തുടങ്ങിയ കയറ്റിയതൊക്കെ റോബ്ലോക്സ് കുറച്ച് മുമ്പ്, ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഗൈസ്. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡ് നോക്കിയാൽ കാണാം എത്ര പേരെ ഇനിയുള്ളതെന്നും കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ 9-8 വരെ അല്ല ഒരാളെ കണ്ടുപിടിച്ചു ഗൈസ്. 9 പേരുണ്ട്, അതിൽ ഇനി 8 പേരെ അവിടെ കണ്ടുപിടിക്കാനുണ്ട്. അതിൻ്റെ അർത്ഥം ഒരാളെ കണ്ടുപിടിച്ചു ഗൈസ്. ചേട്ടാ എവിടെയാലും പോകുന്ന ഒളിച്ചിരിക്കാൻ എന്നെ പിടുത്താൻ വേണ്ടി എൻ്റെ അടുത്ത് വന്ന് തൂങ്ങി നിൽക്കുക. അത് ഞാൻ മാത്രമല്ല, വേറെ ഒരാളും കൂടെ ഉണ്ട്. ഇരിക്കുന്നു, അതേ പോകുന്നു ഗൈസ്. ഇതുണ്ട് ഗൈസ്. ഗൈസ് പിന്നെ ഇവിടെ ഹൈഡേഴ്സ് അലൈവ് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ താഴെ നോക്കിയാൽ അയ്യോ ഞാൻ അടുത്ത് അങ്ങോട്ട് വരും. അയ്യോ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഈ ഡയറക്ഷനിലാണ് വരുന്നത്. അയ്യോ ഓടിക്കോ. സമയം തീരാറായി ഗൈസ്. ഈ സ്പെക്ടേറ്റ് ഇറ്റെന്ന് എഴുതിയേക്കുന്നത് അതിൽ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്കിനി അവനെ സ്പെക്ടേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇറ്റിനെ കണ്ടോ, ക്യാച്ചറിനെ സ്പെക്ടേറ്റ് ചെയ്യാൻ അതേ പോകുന്നു ക്യാച്ചർ. അപ്പോൾ നമുക്ക് ഇത് താഴെ അടുത്തോട്ട് വരുന്നുണ്ടെന്ന് ഉള്ളത് ഇങ്ങനെ നോക്കി അടുത്തോട്ടാണ് വരുന്നെങ്കിൽ സ്റ്റോപ്പ് സ്പെക്ടേറ്റിങ് ആക്കിയിട്ട് നമുക്ക് ഇറങ്ങി ഓടാൻ പറ്റും ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്യണം. ബെൽ നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തണം അല്ലേ? അതെ ഗൈസ്. ചേട്ടനെ പിടിച്ചോ? ഇല്ല, ഞാൻ നിന്റെ തൊട്ട് സൈഡിൽ കൊണ്ടു, ഫ്രണ്ടിലാന്നുള്ളൂ.
ഗൈസ് രണ്ടുപേരെ പിടിച്ചിട്ടുണ്ട്. അതായത് മൂന്നാമത്തെ ആൾ അവൻ്റെ ഫ്രണ്ടിൽ കൂടെ ഓടുന്നുണ്ട്. മൂന്നാമത്തെ ആളെയും പിടിച്ച് ഗൈസ് അവനവിടെ നിന്നുകൊണ്ട്. ഗൈസ് ഞാനും എൻ്റെ അനിയത്തിയെ രക്ഷപ്പെട്ടു ഗൈസ്. ലിസ്റ്റിലുണ്ട് നമ്മുടെ രണ്ടുപേരുടെയും പേര്. ഇനി മാപ്പ് സെലക്ട് ചെയ്യുവാണ് ഗൈസ്. ഏത് മാപ്പാന്ന് ആദ്യത്തരാണ് നമ്മൾ ചോദിച്ചു. ഏത് മാപ്പാണോ എന്തോ. സ്റ്റോർ കടയാണ് ഗൈസ്. കട ഇപ്പം ചെയ്ത് തന്നെയാണോ? അല്ല അല്ല അല്ല. ഞാനാണ് ഹിറ്റ്. എനിക്ക് ഹിറ്റാണ്. അതായത് ഞാൻ പോകുന്നു. എനിക്കറിയാം മതിയായിരുന്നു ഈ ആച്ചർ. എനിക്കാണോ? എനിക്കാകാൻ പറ്റിയില്ല ഗൈസ്. എനിക്കാകാൻ പറ്റിയില്ല. ഞാൻ ഇവനാണ് ഗൈസ് ക്യാച്ചർ. ഹാക്കറാണോ ലോട്ടുണ്ട് ഗൈസ്. അവൻ ജയിച്ച്. ആ കളി കഴിഞ്ഞ് എല്ലാവരെയും പിടിച്ചെന്ന് എഴുതി കാണിച്ചു. അടുത്ത റൗണ്ട് പോയി. അടുത്ത മാപ്പ് കൊടുക്കുന്നു. അതിൻ്റെ സംഭവം ഒന്നും അറിയത്തില്ല ഗൈസ്. അവനാവുന്നതും കണ്ടു അവൻ എല്ലാവരെയും പിടിക്കുന്നതും കണ്ട് കളി തീരുന്നതും കണ്ടു ഗൈസ്. അടുത്ത മാപ്പ് എടുക്കുകയാണ്. ഇനിയെങ്കിലും എനിക്ക് ക്യാച്ചറായാൻ പറ്റുള്ളൂ. എനിക്ക് ക്യാച്ചറായാൽ മതി. ഇത്തവണ ഇവനാണ് ഗൈസ് പച്ചമാൻ. സോംബി എന്നാണ് സോംബി ഗൈസ്. ഒരു സോംബിയാണ് ഇനി നമ്മളെ പിടിക്കാൻ വരുന്നത്. സോംബി എന്ത് ഇല്ലാത്ത ഇപ്പുണ്ട്. ഐസാക്കി വെച്ചേക്കുക. ഞങ്ങൾ ഇറങ്ങി ഓടിക്കുക. ഈ മാപ്പ് നോക്കിയില്ല. കിച്ചൺ പൈസ എനിക്ക് വേണം. പൈസ എൻ്റെ പൈസ. യെസ് എനിക്ക് പൈസ കിട്ടി ഗൈസ്. പൈസ ഇതെല്ലാം എടുക്കണം. അതിൻ്റെ ഇടയിൽ നമ്മൾ ഒളിക്കാൻ മറന്നുപോയി. ചെടിച്ചട്ടിക്കകത്ത് എവിടെയും പോയിരുന്നാലും ആ ചെടിച്ചട്ടിക്കകത്ത് പോയിരിക്കാം ഗൈസ്. പിന്നെ വേണ്ട കയറണം. ഇതിലെവിടെ ഇതുണ്ട് ഗൈസ്. മറ്റേ ബ്ലാക്ക് സാധനം അത് ചാടിക്കഴിഞ്ഞാൽ അത് നിന്നാൽ മതി. നമ്മൾ തെറിച്ച് മുകളിലോട്ട് വെക്കോളും തന്നെ. അത് പോകുന്നു. കസാര ചാടിയാലും ഇങ്ങനെ ഗൈസ് പൊങ്ങി നോക്കി. എന്നിട്ട് ഒരു സാധനം ഉണ്ട് ഗൈസിൻ്റെ അടുത്ത്. ചെടിച്ചട്ടിക്കകത്ത് കയറാൻ ഇങ്ങനെ പറ്റൂല്ല. ചെടിച്ചട്ടിക്കകത്ത് അതൊന്നും കുഴപ്പമില്ല. ഇനിയവിടെ അതൊക്കെ പിടിക്കുമെന്ന് കേട്ടോ ഒന്നാദ്യം തന്നെ. എന്നെ വേറെ ഇങ്ങോട്ടോ ടെലിപ്പോർട്ട് ചെയ്തു അതിൻ്റെ അകത്ത് ചാടി വന്നപ്പോൾ. എന്തായാലും കോഴി കുറച്ച് കിട്ടും. എടുത്തേക്കാം. ഗുയിസ് ആള് വരുന്നുണ്ട്. 3 പേര് ഓൾറെഡി കണ്ടുപിടിച്ചു ഗുയിസ്. കണ്ടുപിടിച്ചാണ് ഇറങ്ങിപ്പോയതാണെന്ന് അറിയത്തില്ല. അത് ചെടിച്ചട്ടിക്കകത്ത് ചാടി ഇങ്ങോട്ട് ടെലിപ്പോർട്ടായി ഗുയിസ്. ഇട്ട് നിൽക്കുന്നു. ആരെയും നിന്നെ പിടിച്ചോ? ഇല്ല. എൻ്റെ അനിയത്തിനെ പിടിച്ചിട്ടില്ല ഗുയിസ്. എൻ്റെ തൊട്ടടുത്തുണ്ട്. ഗുയിസ് ആള് ഇപ്പോൾ ദൂരോട്ട് പോവാണ്. ദൂരോട്ട് വെക്കൊണ്ടിരിക്കുക ഗുയിസ് എൻ്റെ അനിയത്തിയോട്. പക്ഷെ എൻ്റെ അടുത്തോട്ടാണ് ഗുയിസ് വരുന്നത്. അയ്യോ ഇപ്പം അങ്ങോട്ട് പോകുന്നുണ്ട് ഗുയിസ്. അയ്യോ എനിക്ക് പേടിയാണ് ഗുയിസ്. താഴെ കൂടെ പോകുന്നത് എന്താ പുകയൊക്കെ പോകുന്നുണ്ട്. അതിന് തിളങ്ങി വെക്കുന്നുണ്ട് ഗുയിസ്. എൻ്റെ സ്കിൻ അവതാരം എങ്ങനെയുണ്ടെന്ന് പറയണം ഗുയിസ്. എങ്ങനെയുണ്ട് എൻ്റെ അടുത്തെങ്ങും ഇല്ല. എൻ്റെ അനിയത്തിയുടെ തൊട്ടടുത്തുണ്ട്. എൻ്റെ അനിയത്തിയുടെ തൊട്ടടുത്താ 100 സ്റ്റഡ് പോലും ഇല്ല. ഇപ്പോൾ എൻ്റെ അനിയത്തിനെ പിടിക്കും ഗുയിസ്. എൻ്റെ അനിയത്തിനെ കണ്ടിട്ടുണ്ട്. ഇതേ വരുന്നു. അവനാണ് അത് ഗ്യാസ് ഇതെന്നെ തിളങ്ങി വെക്കുന്നത്. അവൻ എന്നെ പിടിച്ചു. എൻ്റെ അനിയത്തിനെ പിടിച്ചു ഗുയിസ്. കളി കഴിഞ്ഞോ? ഇല്ല ഗുയിസ്. എൻ്റെ അനിയത്തി എന്നെ സ്പെക്ടേറ്റ് ചെയ്യാണ്. എൻ്റെ അനിയത്തി എന്നെ സ്പെക്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ക്യാച്ചറിനെ സ്പെക്ടേറ്റ് ചെയ്യണം. ഞാനും വേറൊരാളും കൂടെ ഉള്ളൂ. അവനെവിടെയൊന്നും അറിയത്തില്ല. എന്തായാലും എൻ്റെ അടുത്തൊന്നും ഇല്ല ഗുയിസ് ഈ ക്യാച്ചർ. ഈ 2 മിനിറ്റും കൂടെ ഉണ്ട്. ഷോപ്പിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാം ഗുയിസ്. എൻ്റെ 22 കോയിനുണ്ട്. പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റുമോ? ഒന്നും വാങ്ങിക്കാൻ പറ്റൂലോ ഗുയിസ്. ഇതന്നെ ഒന്നും വാങ്ങിക്കാൻ പറ്റൂല. എനിക്ക് ഈ ഷോപ്പ് പെട്ടെടുക്കട്ടെ. എല്ലാത്തിൻ്റെ എബിലിറ്റീസ് നോക്കട്ടെ. ഇതന്നെ ഇത്ര ഉള്ളു. പുറകെ ഇതെല്ലാം എബിലിറ്റി ഒന്നും ഇല്ലേ?
ഒന്നിനും എബിലിറ്റി ഇല്ലെന്നാ ഗുയിസ് തോന്നുന്നത്. ചുമ്മാ ഒരു പെറ്റ് അത്രേ ഉള്ളൂ ഗുയിസ്. പുറകെ നടക്കും അത്രേ ഉള്ളൂ ഗുയിസ്. എബിലിറ്റി ഒന്നുമില്ല. ഞാൻ ഈ സ്പൈഡറിനെ വാങ്ങിക്കും ഗുയിസ്. സ്പൈഡർ എനിക്ക് വേണ്ട ഗുയിസ്. എൻ്റെ അടുത്തൊന്നും ഇല്ല. അയ്യോ ഇപ്പം എൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. എവിടെയാണോ? ആ അവിടെ കാണും. ഗ്യാസിന്റെ അവിടെ. ഗ്യാസോ? ആ അവിടെ ഉണ്ട് ഗുയിസ്. ആ കിച്ചണിൻ്റെ അതിൽ പോകുന്നത്. ഹലോ ഹലോ, എന്നെ കാണാമോ? ഇല്ല. ഞാൻ ഇതിൽ നിലത്തോട്ട് ചാടാൻ പോവാ. എന്നെ പിടിക്കുമെന്ന് നോക്കാം ഗുയിസ്. ഞാൻ ചലഞ്ച് റിസ്ക് എടുക്കുവാണ് ഗുയിസ്. ഞാൻ എന്തായാലും ഓടുന്നുണ്ട്, പക്ഷേ അറിയത്തില്ല, ചിലപ്പോൾ എന്നെ പിടിക്കും. എൻ്റെ അടുത്തൊന്നും ഇല്ല എന്തായാലും. എൻ്റെ അടുത്തൊന്നും ഇല്ല. അതെനിക്കറിയാം. ഞാനും വേറെ അടുത്തന്നെ ഉള്ളൂ ഗുയിസ്. ഞാൻ ഇനി ഒച്ച എടുത്തോണ്ടിരിക്കുകയാണ്. ഈ ഒച്ച കേട്ട് അവൻ എൻ്റെ അടുത്തോട്ട് വരാൻ പറ്റും. അയ്യോ അവൻ എൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. എൻ്റെ തൊട്ടടുത്ത് തൊട്ട് താഴെ എങ്ങാണ്ട് ഇരിപ്പുണ്ട് അവൻ. ആ ഞാൻ എന്തായാലും ജയിച്ചു ഗുയിസ്. അവിടെ എങ്ങാണ്ടുണ്ടെന്ന് തോന്നുന്നു. ആ എന്തായാലും ഞാൻ ജയിച്ചു ഗുയിസ്. ഞാനും വേറെ ഒരു JJHPF7 ജയിച്ചു ഗുയിസ്. എൻ്റെ 32 കോയിൻ കിട്ടി ഗുയിസ്. ഇനി മാപ്പ് സെലക്ട് ചെയ്യുകയാണ്. ഏത് മാപ്പാണോ? മാപ്പ് ഏതാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല ഗുയിസ്. എനിക്ക് ഹൈഡ്ര ആകണ്ട, എനിക്ക് ക്യാച്ചർ ആണ് ഗുയിസ്. എനിക്ക് ക്യാച്ചറായിട്ട് ഒരു റൗണ്ട് കളിക്കണമെന്നുണ്ടായിരുന്നു. പ്ലീസ് പ്ലീസ് എനിക്ക് ക്യാച്ചർ ആകണം. എനിക്ക് ക്യാച്ചർ ആകണം. പ്ലീസ് 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 പ്ലീസ്. എന്നോട് നേരത്തെ വിളിച്ചിരുന്നു. ആ JJHPF7 ആണ് ഗുയിസ് ക്യാച്ചർ. എനിക്കാകാൻ പറ്റിയില്ല. ഇതേതാ സ്ഥലം? ഓ ഈ സ്ഥലം ബാക്ക്യാർഡാന്ന് തോന്നുന്നു. ബാക്ക്യാർഡ് ഗുയിസ്. ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. ഞാനിതിൻ്റെ മണ്ടയിൽ തന്നെ കയറി നിന്നാലും എന്നെ വേറെ അങ്ങോട്ടോ കൊണ്ടുപോയി. അപ്പോൾ അവൻ ഇവിടെ നിന്നാൽ മതി ഗുയിസ്. ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരുന്നാൽ മതി. എന്നിട്ട് അവൻ പോയി കഴിയുമ്പോഴത്തേനും ഈ സ്റ്റൗവിൻ്റെ മണ്ടയിൽ കയറി നിന്നാൽ മതി. അയ്യോ പണിവാ എൻ്റെ മണ്ടയിൽ കയറ്റാവോ എന്നെ? അവൻ കളിയിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നാ വന്നത് ഗുയിസ്. അതുകൊണ്ട് ഞങ്ങളെല്ലാം ജയിച്ചു. എല്ലാവരും ജയിച്ചു. ആ കളിയിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നാ തോന്നുന്നത്. ഇനി മാപ്പ് ഏതാന്ന് നോക്കാം. മാപ്പ് ഏതാണെങ്കിലും കുഴപ്പമില്ല. എനിക്ക് ഹൈഡർ ആവണ്ട, എനിക്ക് ക്യാച്ചർ ആവണം. എനിക്ക് ഇറ്റാവണം. നിങ്ങൾ ഇതിനു മുമ്പ് ഈ ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ. അതെ അതെ അതെ, ഈ ഗെയിം നിങ്ങൾ മുമ്പ് കളിച്ചിട്ടുണ്ടോയെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് എന്തായാലും ചെയ്യണം. കൂട്ടുകാർക്ക് ഷെയറും ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തിയേക്കണേ. അതെന്തായാലും മറക്കാണ്ട് ചെയ്യണം. ഈ ഗെയിം ഈ റോബ്ലോക്സ് ഇറങ്ങിയ സമയം അങ്ങനത്തെ സമയത്തുള്ളായിരുന്നു ഗുയിസ്. പണ്ടിറങ്ങിയ ഗെയിം, ഏറ്റവും ആദ്യത്തെ ആ റോബ്ലോക്സ് ഇറങ്ങുന്ന സമയത്തൊക്കെ ഉള്ള ഗെയിമായിരുന്നു ഗുയിസ് ഈ ഹൈഡ് ആൻഡ് സീക്ക് എക്സ്ട്രീം എന്ന് പറയുന്നത്. ഞാൻ കുറേ കളിക്കുമായിരുന്നു ഗുയിസ്. ഞാൻ പണ്ട് കളിച്ച ആ സമയം മുതൽ ഞാൻ ചുമ്മാ കളിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഇച്ചിരി ഇഷ്ടപ്പെട്ടായിരുന്നു. അതുകൊണ്ട് ഞാനിത് കളിക്കുമായിരുന്നു ഗുയിസ്. എനിക്കിഷ്ടമായിരുന്നു, ഞാൻ ഇന്നും കളിക്കുമായിരുന്നു. പിന്നെ ഇപ്പോഴാണ് ഇപ്പം ഞാൻ മറന്നുപോയായിരുന്നു. ഇന്നാണ് ഇപ്പോൾ ഇതിനെ പറ്റി ഓർത്ത്, അന്നേരം ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കണേ ഗുയിസ്. എൻ്റെ അനിയത്തി എവിടെയാണ് കളിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അനിയത്തി അവിടെ ഏതോ ഒരു സെറ്റ് ചാടി കളിക്കുന്നുണ്ട് ഗുയിസ്. ആ സെറ്റ് കണ്ടോ, വലിയ സെറ്റ് അവിടെ നിൽപ്പുണ്ട്. അത് ചാടുന്ന കാണാം. അവളെ ചാടുന്ന കാണാം ഗുയിസ്. ഇപ്പം നിന്ന് അത് അവളല്ല, വേറെ ഏതായാലും ആളാ. എന്നെ അല്ല, ഇപ്പോഴും ചാടിക്കൊണ്ടിരിക്കുക. ഇതന്നെ എന്നെ നോക്കി. ഞാൻ ചുമ്മാ ഞരങ്ങി കളിച്ചോണ്ടിരിക്കുവായിരുന്നു. മൈക്കിൾ ജാക്സനെ പോലെ 3 വാക്ക് അടിക്കുമായിരുന്നു. ഇതിൻ്റെ മണ്ടേ ഒന്നുകൂടെ കയറണം. ഓ എന്നെ ഇപ്പം പിടിക്കുമെന്നാ തോന്നുന്നു. അത് നിൻ്റെ അടുത്തോട്ടാട്ടോ വരുന്നത്. ഞാൻ കയറി ഗുയിസ്.
അയ്യോ തിരിച്ചു വരുന്നുണ്ട്. പെട്ട് ഞാൻ പെട്ട് എനിക്ക് ഓടാൻ പറ്റുന്നില്ല. ഞാൻ പെട്ടോ. എന്നെ പിടിച്ച്. ഓ ദേ പോന്നു. എന്നെ കണ്ടില്ല. വിളിക്കാം. എന്നെ കേട്ടില്ല പൈസ. ഞാനിവിടെ കയറിയിരിക്കാൻ പോവാണ്. ഇവിടെ കയറിയിരിക്കാം ഗൈസ്. ഇതിൻ്റെ അകത്ത് തന്നെ കയറിയിരിക്കുക. നമ്മൾ തുടങ്ങിയടുത്ത് എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? ഇവിടെ തന്നെ കയറിയിരിക്കാം. ഇതിൻ്റെ ഇവിടെ ആയിട്ട് കേൾക്കാം ഗൈസ്. ഇങ്ങനെ വെക്കാം സ്റ്റാച്ചു പോലെ. ഇമോട്ട കിട്ടാലോ ഗൈസ്. ഇമോട്ട ഇടാൻ പറ്റുമോ? ഓ ഇമോട്ട ഇടാൻ പറ്റത്തില്ലേ? പാട്ടുണ്ടോ? പാട്ടില്ല ഗൈസ്. ഗൈസ് എനിക്ക് 48 കോയിൻ കിട്ടി. എൻ്റെ അനിയത്തിക്ക് 20 കോയിനെ കിട്ടിയിട്ടുള്ളൂ. അതെന്നാന്ന് അറിയത്തില്ല. ഗൈസ് എൻ്റെ അനിയത്തി അതിലേക്ക് ഓടുന്നുണ്ട്. ഞാൻ സ്പൈറ്റിനെ നോക്കട്ടെ. ഇറ്റതേ പോന്നു ഗൈസ്. എൻ്റെ അനിയത്തീനെ എനിക്ക് നോക്കാൻ പറ്റില്ല. എന്നെ പിടിച്ചാലേ എൻ്റെ അനിയത്തീനെ എനിക്ക് നോക്കാൻ പറ്റത്തുള്ളൂ ഗൈസ്. അങ്ങനെ എൻ്റെ അനിയത്തി അവിടെയാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ എൻ്റെ അടുത്ത് കിടന്ന് കളിക്കുന്നുണ്ട്. അങ്ങനെ നോക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ദൂരെ എവിടെ വരുന്നെങ്കിൽ നോക്കാൻ പറ്റില്ല ഗൈസ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം എൻ്റെ അടുത്തൊന്നും ഇല്ല. നമ്മൾ തുടങ്ങിയ സ്ഥലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്ഥലത്താണ്. ഞാൻ അവിടെ ഇരുന്ന് നിൽപ്പുണ്ടായിരുന്നു. ഞാൻ കണ്ടു. രണ്ടുപേര് നിന്നെ കണ്ടിട്ടുണ്ട്. നിന്നെ പിടിക്കാൻ വരുന്നു. എൻ്റെ പുറയിലുണ്ട്. തൊട്ട് പുറയിലുണ്ട്. ഓടിക്കോ. അവന് നിന്നേക്കാളും സ്പീഡുണ്ട്. ക്യാച്ചറിന് നിന്നേക്കാളും സ്പീഡ് കിട്ടും. ചാടിക്കോ. പിടിച്ചു. അതെ എൻ്റെ അനിയത്തിയുടെ തല പിടിച്ചപ്പോൾ എൻ്റെ അനിയത്തിനെ പിടിച്ചിട്ടുണ്ട്. 3 പേരെ ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇനി 7 പേരും കൂടെ ഉണ്ട് ഗൈസ്. അവിടെ എൻ്റെ അനിയത്തിനെ പിടിച്ചതിൻ്റെ തൊട്ട് സൈഡിൽ ഒരുത്തിനും കൂടെ വെപ്പുണ്ടായിരുന്നു. ഞാൻ കണ്ടില്ലെന്ന് തോന്നുന്നു. എൻ്റെ അനിയത്തിനെ പിടിക്കാനുള്ള കോൺസെൻട്രേഷൻ അത് ശരി. എൻ്റെ അനിയത്തിയുടെ കൂട്ടുകാരന് പിടിച്ചില്ലെന്ന്. എൻ്റെ അനിയത്തിനെ പിടിച്ചു. ഞാൻ ആ മരത്തിൻ്റെ മേളിലുണ്ട്. ഇതാ 3 വട്ടം പോലെയുള്ള ബെഞ്ചിൻ്റെ സൈഡിൽ അതിൻ്റെ മണ്ടയിൽ മേളിലൊരു കൂട് പോലെ ഉണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ ഇരിപ്പുണ്ട്. ഇനി 40-46 സെക്കൻഡോടെ ഉള്ളൂ. ഇതായിരുന്നു 3 അതിൻ്റെ അകത്ത് കയറാൻ നോക്കുകയാണ്. അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. പക്ഷേ ഇവൻ കണ്ടിട്ടുണ്ടെന്ന് അവൻ അറിയാമെന്ന് എനിക്കറിയില്ല. എല്ലാവരും പിടിക്കുമെന്ന് തോന്നി. അവൻ എങ്ങോട്ടാ പോയാൽ മാഞ്ഞു പോയത്. സ്റ്റെപ്പിൻ്റെ അടിയിൽ കാണും. ആ സ്റ്റെപ്പിൻ്റെ അടിയിലുണ്ടെന്ന് തോന്നുന്നത് ഗൈസ്. ഞാൻ നോക്കുന്നില്ല ഗൈസ്. ഇവിടെ ഒച്ച കേൾക്കാം. ബായ് ഇന്ന് ഞാൻ ഇടുന്ന ഒച്ച. ഇപ്പോൾ ഈ മേളിലുണ്ടെന്ന് തോന്നുന്നു. സ്റ്റെപ്പിലടിയിലില്ല. ഇനി 10 സെക്കൻഡ് ഇപ്പം തന്നെ ആകും ഗൈസ്. 12 സെക്കൻഡേ ഉള്ളൂ. ഞാനും എൻ്റെ അനിയത്തി എന്തായാലും ജയിച്ചിട്ടുണ്ട് ഈ ഇതിൽ. അയ്യോ എൻ്റെ അനിയത്തി പിടിച്ചായിരുന്നല്ലേ. എൻ്റെ അനിയത്തിനെ പിടിച്ചായിരുന്നു ഗൈസ്. ഞാൻ മറന്നുപോയി. എന്നെ പിടിച്ചില്ല ഈ റൗണ്ട്. ഞാൻ ഈ റൗണ്ട് വിജയകരമായി ജയിച്ചിട്ടുണ്ട്. 2 പേരെ ഇത്തവണ ഞാൻ കണ്ടുപിടിച്ചുള്ളൂ. ഒന്ന് എൻ്റെ അനിയത്തിയും പിന്നെ വേറെ ആരെയും കൂടെ കണ്ടുപിടിച്ചുള്ളൂ. 3 പേരല്ലായിരുന്നു. സോറി ഗൈസ്. നേരത്തെ ഞാൻ 3 പേരെന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. 2 പേരായിരുന്നു. മാപ്പ് ഏതാന്ന് നോക്കാം. ഞാനിതുവരെ തോറ്റിട്ടില്ല ഗൈസ്. എൻ്റെ അനിയത്തി ആദ്യത്തെ റൗണ്ട് മാത്രമേ ജയിച്ചുള്ളൂ തോന്നുന്നു. ഇത് ഞാൻ ഓർക്കുന്നില്ല ഈ മാപ്പ് കളിച്ചായിട്ട്. ഇത്തവണെങ്കിലും ഒന്ന് ആക്കാവോ എന്നെ ക്യാച്ചറ്. എത്ര തവണ ഇവനാ വീണ്ടും പച്ചവാനാണ് സോമ്പി. ഇവൻ 2ാമത്തെ പ്രാവശ്യം. എനിക്ക് 1 പ്രാവശ്യം പോലും ആയില്ല. എന്തിനാണോ വേണ്ടത്? ഞാൻ ഓർക്കുന്ന പോലുമില്ല. നമുക്ക് ബായ് പറഞ്ഞിട്ട് പോകാം. ഇതായി ഞാൻ ഓർക്കുന്ന പോലുമില്ല. ഈ മാപ്പ് ഞാൻ കളിച്ചിട്ടില്ലെന്നാ തോന്നുന്നത്. ഈ മാപ്പ് ഞാൻ കളിച്ചിട്ടില്ല. ഒട്ടും ഓർക്കുന്നില്ല ഈ മാപ്പ്. ദൈവമേ പണി കിട്ടിയെന്ന് തോന്നുന്നു ഈ റൗണ്ട്. അതായത് ഞാൻ ചാടി പോകുന്നുണ്ട്. തന്നെ ജമ്പട്ടൻ ഞെക്കുന്ന പോലില്ല. തന്നെ ആടുന്നുണ്ട്. എന്തായാലും കയറി പോയേക്കാം. അവിടെ കോയിനൊക്കെ ഉണ്ട്. എനിക്ക് എൻ്റെ പെറ്റിനെ മേടിക്കാനുള്ള അത്ര ആയി കോയിൻ ഓൾറെഡി. ഒളിച്ചിട്ട് പെറ്റിനെ മേടിച്ചേക്കാൻ കഴിച്ചു. എൻ്റെ പുറയിലൊക്കെ ഇരിക്കും. ഓയ് അവിടെ 2 ടെലിപ്പോർട്ട് ചെയ്യുമോ? ഇല്ലെന്നാണ്. ഇല്ല ടെലിപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല. ഇവിടെ കോയിനുണ്ട്. ഇതൊക്കെ എടുത്തേക്ക്. ആ ബൾബൊക്കെ കയറി വയ്ക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ സെറ്റപ്പ് ആയിരിക്കും. നോക്കട്ടെ.
അയ്യോ പണി കിട്ടി. ഈ തുളയ്ക്കത്തിറങ്ങോ ഞാൻ ഈ പൂൾ ടേബിളിൻ്റെ അകത്തുണ്ട്. ഇതിൻ്റെ അകത്ത് നിന്നാൽ പണി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യം ഒന്നും ഒക്കെ ഒന്നുമില്ലാത്തല്ലേ. ഓ ഇതിൻ്റെ അകത്ത് ഇങ്ങനെയല്ലേ വഴി? ഓടാൻ കുറേ സ്ഥലമുണ്ട്. എന്തായാലും ഞാൻ പുറത്തോട്ട് ഇറങ്ങണോ? ഇല്ല, എൻ്റെ തൊട്ടടുത്തുണ്ട്. ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങി നമ്മൾ ഒത്തിരിക്കും പീസ്. എൻ്റെ അനിയത്തി ഏതോ കപ്പിൻ്റെ അകത്ത് ഇരിപ്പുണ്ട് പീസ്. എൻ്റെ അടുത്ത് എന്തായാലും ഉണ്ട്. അയ്യോ എൻ്റെ അനിയത്തി വേറെ ഒരുത്തിനുണ്ട് പീസ്. അയ്യോ എൻ്റെ തൊട്ടടുത്ത് ഇതേലുണ്ടെന്ന് തോന്നുന്നു ഈ പൂൾ ടേബിളിൽ. അതേ പോകുന്നു, എൻ്റെ അടിയിലാണ്. അതേ പോകുന്നു ഒരുത്തിനെ പിടിച്ചു. ഞാൻ ഇവിടെ നിൽക്കട്ടെ, ഇല്ല എന്നെ പിടിക്കും. ഇങ്ങനെ ഇവിടുന്ന് കയറാനൊന്നും പറ്റുമല്ലോ. ദൂരോട്ട് പോകുന്നുണ്ട് എന്തായാലും. ഞാൻ അന്നേരത്തേന് ആ സമയം കൊണ്ട് ഇങ്ങോട്ട് കയറട്ടെ. എനിക്ക് പണി കിട്ടും പീസ്. ഇത് അതിലേ പോകുന്നുണ്ട്. പിടിക്കുമോ? അയ്യോ അത് കാണുന്നില്ല. അത് എൻ്റെ അനിയത്തി ഇരിക്കുന്ന അവിടെയാ. ഇതാരാ? വേറെ ആരും എൻ്റെ പുറകെ വരുന്നുണ്ട് പീസ്. ഇങ്ങോട്ട് കയറാം പീസ്. എൻ്റെ അനിയത്തിയുടെ അടുത്ത് പോവാം. എൻ്റെ അനിയത്തിക്ക് ഞാൻ അടുത്തോട്ട് വരണ്ടെന്ന് പറഞ്ഞു. എൻ്റെ അനിയത്തിയുടെ കൂടെ 3 പേരുണ്ടെന്ന് പറഞ്ഞു പീസ്. ഞാനും കൂടെ കയറിയപ്പോൾ 4 ഇപ്പം 4. അയ്യോ ഇവിടെ ഉണ്ട് നമ്മുടെ തൊട്ടടിയിലുണ്ടെന്ന് തോന്നുന്നു പീസ്. കയറി ഇരുന്നാൽ പണി കിട്ടൂലേ? അവനിങ്ങ് ഒന്ന് ചാടിയാൽ മതി, 4 പേരെ പിടിക്കും ഒറ്റടിക്ക്. അവൻ എവിടെയാണോ? കുറച്ച് ദൂരെയാണ്, എന്നാലും തൊട്ടടുത്താണ്. തൊട്ടടുത്തത് കുറഞ്ഞു വരുന്നു. നമ്മുടെ അടിയിലാണ്, അതെ നമ്മുടെ അടുത്തോട്ട് ഇതിൽ കയറി വരുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഇപ്പോൾ ദൂരോട്ട് പോകുന്നുണ്ട് പീസ്. ഇതന്നെ ഗാലക്സി സാക്ക് നല്ല. അയ്യോ ദേ ക്യാച്ചർ വരുന്നുണ്ട്. ഇവിടെ എത്തി. ഇതേ അവിടേക്ക് വരുന്നുണ്ട്, നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ട്. ഞാൻ ഇറങ്ങി ഓടി. എന്നെ കണ്ടില്ല, ഞാൻ നേരെ തിരിഞ്ഞായിരുന്നു. അതുകൊണ്ട് ആ ബുക്കിൻ്റെ പുറകിലിരുന്നു. ഇതാ എൻ്റെ പുറകെ വരുന്നു. എന്നെ പിടിച്ചില്ലേ? ഇത് സ്റ്റോപ്പ് സ്പെക്ടേറ്റിംഗ് നോക്കി. ഞാൻ ചത്തെ. എന്നെ പിടിച്ച് ഈ 1.5 മിനിറ്റ് എനിക്ക് ഇങ്ങനെ ഓടാൻ പറ്റൂല. എന്തായാലും പിടിക്കും. ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് കൊണ്ടുവരാണ്. ആ സ്റ്റോപ്പ് സ്പെക്ടേറ്റ് നിൽക്കോ പ്ലീസ്? എൻ്റെ അനിയത്തേക്ക് അറിയത്തില്ല പ്ലീസ്. എന്നെ പിടിച്ചു പ്ലീസ്. നിങ്ങളെ പിടിച്ചില്ലേ? ഞാൻ അവനെന്നെ നിങ്ങളുടെ അടുത്തോട്ട് കൊണ്ടുവന്നു. അവനാ കപ്പിൻ്റെ അകത്ത് ചാടി എന്നെ പിടിക്കാൻ വന്നതാ. ഞാൻ ചാടിയില്ല ആദ്യം. എന്നിട്ട് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് കയറിയില്ലേ, അന്നേരം അവനും അതുപോലെ കപ്പിൻ്റെ അകത്ത് ചാടി എന്നെ പിടിക്കാൻ വന്നേ. ഞാൻ പറഞ്ഞല്ലേ അതിൻ്റെ അകത്ത് എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിഞ്ഞാൽ പിടിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. എൻ്റെ അനിയത്തിനെയും എൻ്റെ അനിയത്തിയോട് ഒളിച്ചിരുന്നവരെ എല്ലാം ഞാൻ കൂട്ടി വീശി. ഞാനും ചത്തു വന്നാലും അവരെല്ലാം പിടിച്ചു വീശി. എൻ്റെ വെച്ചിനെ വാങ്ങിക്കും എൻ്റെ റോബോട്ട് സ്പൈഡർമാൻ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് വീശി, ഇട്ടിട്ടുണ്ട്. ഞാൻ അടുത്ത കളി പോയിട്ട് കാണാൻ വീശി. ഇനി 27 സെക്കൻഡേ ഉള്ളൂ. 4 പേരും കൂടെ ഉണ്ട്. ഇത്തവണയാണ് നമ്മൾ ആദ്യമായിട്ട് പെട്ട ക്വിസ്. ഇത്രയും നേരം നമ്മളെ പിടിച്ചില്ലായിരുന്നു. ഇവന് ഇതിൽ തന്നെ നടക്കുവാണ് ക്വിസ്. ഇനി 10 സെക്കൻഡേ ഉള്ളൂ. ഇനി ആരെയും പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ അടുത്തെവിടെയുണ്ട്, അടുത്ത ആരും ഇല്ലെന്നാണ് തോന്നുന്നത് ക്വിസ്. ഇവരൊക്കെ എവിടെ ഇത് എവിടെയൊന്നും പോലും അറിയത്തില്ല ക്വിസ്. 3 പേര് പിടിച്ചിട്ടില്ല. ബാക്കി എല്ലാവരും 6 പേരെയും പിടിച്ചു ക്വിസ്. നമ്മുടെ സോംബി വാൻ ക്വിസ്. ഇതാണ് അപ്പോൾ ഇന്നത്തെ ഫൈനൽ റൗണ്ട്. നമുക്ക് നോക്കാം. നമ്മുടെ ഫൈനലിലേക്ക് കിടക്കുകയാണ്. നോക്കാം. ഈ ഫൈനലിലെങ്കിലും എനിക്കൊന്ന് ക്യാച്ചറാകാൻ പറ്റിയാൽ മതിയായിരുന്നു. ബാക്കിയോടാണ് ഈ മാപ്പ് എനിക്കിഷ്ടമാണ്. ഈ റൗണ്ടെങ്കിലും പ്ലീസ്. ഞാൻ നോക്കുന്നില്ല, ആയി കഴിയുമ്പോൾ നോക്കത്തുള്ളൂ. ഞാൻ കണ്ണടച്ച് വെച്ചിരിക്കുകയാണ് ക്വിസ്. ആരാണ്? ഒരെണ്ണം ക്വിസ്. ഞാൻ തൊട്ട് തടിയപ്പോൾ ഉണ്ടായിരുന്നു. ഒരെണ്ണം കുറവ് ഇറങ്ങിയിരുന്നേ എനിക്ക് ക്യാച്ചറാകാൻ പറ്റുമായിരുന്നു ക്വിസ്. അയ്യോ ഇതന്നെ ഞാൻ മറിഞ്ഞു കിടക്കുന്നു. എന്നെ എടുത്തോണ്ട് പോണേ. അപ്പോൾ പെട്ടാൻ ക്വിസ്. എൻ്റെ പറ്റ് അതായിരുന്നു.
എൻ്റെ 8 കളിയാണ് ഗുയിസ് പെറ്റ്. ഇതിലേറുക ഗുയിസ്, ഇതിലേറുക എന്നിട്ട് ഇവിടെ നിന്നാൽ മതി ഗുയിസ്. ഇങ്ങോട്ട് വരുവാണെങ്കിൽ കോയിൻ എടുത്തിട്ട് പോയാൽ ഇങ്ങോട്ട് ഞാൻ ടെലിപ്പോർട്ട് അതോ നമ്മൾ വന്നോലോ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിൽക്കുക. അയ്യോ ഇവിടെ നിൽക്കുക. ഇവിടുന്ന് നേരെ എടുത്തോട്ട് ചാടിയാൽ മതി. നേരെ എടുത്ത് നിലത്തോട്ട് ചാടുക. ഗുയിസ് എൻ്റെ അനിയത്തി എവിടെയാണോ? ഗുയിസ് എൻ്റെ ഷൂ കണ്ടോ? ഗുയിസ് എൻ്റെ കാലിനേക്കാളും പറ്റിയതാണ്. എങ്ങനെയുണ്ട്? എൻ്റെ മുടിയൊക്കെ കണ്ടോ? എൻ്റെ അനിയത്തി എവിടെയാണോ? 13 സെക്കൻഡ് 10 സെക്കൻഡ് ഓടെ ഉള്ളൂ. എൻ്റെ അനിയത്തി അതിൽ പച്ച നല്ല ഓപ്പണിക്കോടെ ഓടുന്നുണ്ട്. എൻ്റെ അനിയത്തി എവിടെയാണെന്ന് എനിക്കറിയാം. പട്ടിക്കൂടിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്, ഞാൻ കണ്ടായിരുന്നു. അതിൽ ഓടിപ്പോകുന്നത്. ഇങ്ങോട്ടാണോ വരുന്നത്? ഇങ്ങോട്ടല്ലല്ലോ, അതേ പോയി ഗുയിസ്. അപ്പോൾ നമുക്ക് ഇവിടെ കയറാം. ഇനി തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാം. അയ്യോ തിരിച്ചു കൊണ്ടുപോവാം. എവിടെ എത്തിയിട്ടുണ്ട് ഗുയിസ്? ഞാൻ പേടിച്ചു പോയി. എൻ്റെ 8 അരിനെ കണ്ടപ്പോൾ അവനാണ്. അതേ പോന്നു ഗുയിസ് അവൻ. ഞാനിവിടെ നിൽക്കുവാണ്. എന്നെ കാണാവോ? ഇല്ല, കണ്ടിട്ടില്ലെന്നോ. എന്നെ കാണാൻ ഗുയിസ്. ഇവിടുന്ന് നോക്കിയാൽ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞൊന്ന് നോക്കിയാൽ മതി എന്നെ കാണാതെ. ഞാൻ അവിടെ വെക്കുന്നു വെള്ളക്കോട്ടൊക്കെ ഇട്ട് നല്ല തിളഞ്ഞ് വെപ്പുണ്ട്. എൻ്റെ അനിയത്തി ആ പട്ടിക്കൂടിൻ്റെ അകത്തുണ്ട് ഗുയിസ്. പട്ടിക്കൂട് പോലത്തെ ഷെഡിൻ്റെ. പോയോ? പോയി ഗുയിസ്. ആ മരത്തിൻ്റെ ഉള്ളിലുണ്ട്, ആ ക്രിസ്മസ് ട്രീ പോലത്തെ മരം. അവിടുന്ന് മാറി തൊട്ടടുത്തുണ്ട്. ഇതേ ഇവിടുന്ന് കാണാം കേട്ടോ. ഞാൻ തല കണ്ടായിരുന്നു, വെള്ളത്തല. നിൻ്റെ അതെ മുടിയല്ല, മോൻ നോക്കി. മുടിയും കണ്ടു റെഡ്. എപ്പോഴും കാണായിരുന്നു. എൻ്റെ അനിയത്തി ആ മരം കയറി പോകണം ഗുയിസ്. അയ്യോ പെട്ട്. ഇവിടുന്നല്ലേ ടെലിപ്പോർട്ടാകുന്നു. ഇവിടുന്ന് ഞാൻ ടെലിപ്പോർട്ടായി വരുമോ? ആകട്ടെ. അതെ ഇവിടെ ആരുണ്ട്? പിന്നെ പിടിക്കുമെന്ത് നാപ്പ നോക്കി. പിടിച്ചു ഗുയിസ്. അതെ സോംബിമാൻ പോകും. സോംബിമാൻ നമ്മുടെ സ്വന്തം സോംബിമാനെ പിടിച്ചു ഗുയിസ്. അയ്യോ ഇനി എൻ്റെ അടുത്തോട്ടായിരുന്നു. പെട്ട് ഞാനെടുത്ത് ചാടി ഗുയിസ് അവിടുന്ന്. എൻ്റെ അടുത്തോട്ട് വരുമായിരുന്നു അവൻ. ജസ്റ്റ് മിസ്. അവനെവിടെയാ? അതെവിടെ ഉണ്ട് ഗുയിസ്. ഞാൻ ആ ചെടിക്കകത്ത് അവിടെ ഉണ്ട്. ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ട് പോവാണ് ഗുയിസ്. എങ്ങനെയൊക്കെ ഇവിടെ കയറാൻ പറ്റുമായിരുന്നു, നല്ലതായിരുന്നു. കയറാൻ പറ്റി ഗുയിസ്. എൻ്റെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ തൊട്ട് സൈഡിലുണ്ടാവൻ. ദേ പോന്നു. അയ്യോ ഇങ്ങോട്ടൊന്നും വരില്ല. ഞാൻ ഇറങ്ങി ഓടട്ടെ. അയ്യോ പെട്ടാനെ രക്ഷപ്പെട്ടു ഗുയിസ്. പിന്നെ പുല്ലായിരുന്നു. പുല്ലായിരുന്നു. ഗുയിസ് വീണ്ടും ഇങ്ങോട്ട് വരുന്നുണ്ട് നമ്മുടെ സൈഡിലോട്ട്. ഇപ്പോൾ പോവാണ് ഗുയിസ്. വേറെ ഇങ്ങോട്ട് പോവാണ്. ഞാനിപ്പോൾ വിളിച്ചിരിക്കുമല്ലോ ഗുയിസ്. സത്യം പറഞ്ഞാൽ ഞാനിതിൽ ഓടി കിടക്കുകയാണ്. അയ്യോ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓടിക്കൂ. ഈ പുല്ലിൻ്റെ അകത്തോടെ തന്നെ നടക്കാൻ ഗുയിസ്. അതാ നല്ലത്. നമ്മുടെ ഡയറക്ഷനിലല്ല ഗുയിസ് ഇപ്പോൾ ഞാൻ വരുന്നത്. വേറെ ഇങ്ങോട്ട് പോവാണ്. ഇപ്പോൾ നമ്മുടെ ഡയറക്ഷനാണ് ഗുയിസ്. അയ്യോ മരം ഈ പുല്ലിൻ്റെ കയറിയിരിക്കുന്നു. ഇനി 1 മിനിറ്റും കൂടി ഉണ്ട് ഗുയിസ്. ഫൈനൽ റൗണ്ടാണ്. ഈ റൗണ്ട് നമ്മൾ ജയിക്കുമായിരിക്കും. എൻ്റെ അനിയത്തി ജയിക്കുമെന്ന് അറിയത്തില്ല. ജയിക്കുമായിരിക്കും. അനിയത്തി ഏതോ മരത്തിൻ്റെ മണ്ട കയറിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്തായാലും ജയിക്കാൻ ചാൻസ് കൂടുതലാണ്. ഞാൻ എന്തായാലും ഇവിടെ കുറച്ച് കോയിനുണ്ട്. ഇനി റിസ്ക് എടുക്കാൻ പോകണത്. ഞാൻ ഈ ബെഞ്ചേ കയറി കോയിനൊക്കെ എടുക്കട്ടെ. തന്നെ അയ്യോ പെട്ട് പശ ഇട്ടു എന്നെ പെടുത്തി ദിവസം. ഇത് 8 സെക്കൻഡ് ഞാൻ ഇങ്ങനെ ഇരിക്കും. രക്ഷപ്പെട്ടു ഗുയിസ്. ഇത് ഞാൻ അടുത്ത് ചാടുന്ന സാധനം ഇരിക്കുന്നു. പശയായിരുന്നു. ഇപ്പോൾ പെട്ടാനെ. 22 സെക്കൻഡോടെ ഉള്ളൂ ഗുയിസ്. 20 സെക്കൻഡ് ഇവിടെ കോയിൻ. ഇനി എന്തായാലും എന്നെ പിടിക്കാൻ പറ്റില്ല. അവന് 20 സെക്കൻഡ് കൊണ്ട് എൻ്റെ അടുത്ത് എത്താൻ പറ്റില്ല ഗുയിസ്. എന്തായാലും ഇനി എൻ്റെ അനിയത്തിനെയും പിടിക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ കോയിനെ കയറട്ടെ. 5 സെക്കൻഡേ ഉള്ളൂ ഗുയിസ്. നമ്മൾ ജയിച്ചേ. 13 കോയിൻ അവിടെ നിന്ന് എടുത്തു. നമ്മൾ 2 പേര് ജയിച്ചുള്ളൂ.
ഞാനും എൻ്റെ അനിയത്തി മാത്രമേ ഈ ഫൈനൽ റൗണ്ടിൽ നമ്മൾ ജയിച്ചുള്ളൂ. അപ്പോൾ ഗോയ്സ് ഇന്നത്തെ കളി ഇത്രയേ ഉള്ളൂ, ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗോയ്സ്. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ബെൽ നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തിയേക്കുക. ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്ത് കൊടുത്തേക്കുക. എല്ലാവരും മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലൈക്കും സബ്സ്ക്രൈബും എല്ലാവരും മറക്കാതെ തന്നെ ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത ദിവസം നമുക്ക് വേറൊരു ഗെയിമുമായിട്ട് കാണാം. അടുത്ത ദിവസം ഇപ്പോൾ ഇത് നമ്മൾ 3ാമത്തെ റോബ്ലോക്സ് വീഡിയോയാണ്. അപ്പോൾ ഇത്തവണ അടുത്ത ദിവസം നമുക്കിനി ഒരു ബ്ലോക്ക് മാംഗോ വീഡിയോ ഇടാം. അന്ന് ബെഡ് വാർ കളിച്ചില്ലേ, ഇത്തവണ വേറെ എടുക്കാം ഗുയ്സ്. ഗുയ്സ് അനിയത്തിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നേരത്തെ പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കുക. കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുത്തേക്കുക. ബെൽ നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തിയേക്കുക. അപ്പോൾ ഇനി അടുത്ത ദിവസം ഒരു ബ്ലോക്ക് മാംഗോ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ബൈ.